ഹായ് അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ആൻഡ് ഈസി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെണ്ടയ്ക്ക പരിപ്പ് വട. വെണ്ടയ്ക്ക നമുക്ക് ആർക്കും ഇഷ്ടമല്ലല്ലേ? ഐ ഡോണ്ട് ലൈക്ക് വെണ്ടക്കാസ് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു സ്വിഷി ടെക്സ്ചർ കൊണ്ടാണ് ആരും ഇഷ്ടപ്പെടാത്തത്. പക്ഷേ ഈ ഒരു റെസിപ്പിയിലൂടെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു വെജിറ്റബിൾ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതിനുവേണ്ടി നമ്മൾ വടപ്പരിപ്പ് വെച്ചിട്ടുണ്ട്. അതൊന്ന് 3 മണിക്കൂർ കുതിർത്തെടുക്കണം. അതിനുശേഷം മിക്സിയിലേക്ക് മാറ്റി കൊടുത്തിട്ട് എരിവിന് ആവശ്യമായ ഒരു മുളക്, പിന്നെ ഒരു കഷ്ണം പട്ട, പിന്നെ 2 ഗ്രാമ്പൂ, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷായാൽ മാത്രം മതി. അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കറിവേപ്പില, ഒരു മുളക്, പിന്നെ മല്ലിയില വേണമെങ്കിൽ മാത്രം, പിന്നെ നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കുക. ഏത് ഷേപ്പ് വേണമെങ്കിലും അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം. കൂട്ടത്തിൽ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയ ശേഷം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്ത് നമുക്ക് നല്ല ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്ലെയിം ഇടരുത്. ഹൈ ഫ്ലെയിം ഇട്ട് ഫ്രൈ ചെയ്യാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന പരുവത്തിന്. അരിപ്പൊടി ആയതുകൊണ്ട് നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ മറിച്ചും തിരിച്ചിട്ട് നല്ല പാകത്തിന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പിയാണ്. പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഇതിൽ വെണ്ടയ്ക്ക ചേർത്തിട്ടുണ്ടെന്ന് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല നമ്മൾ പറഞ്ഞാലല്ലാതെ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി വെണ്ടയ്ക്ക ഇഷ്ടപ്പെടില്ല എന്ന് ആരും പറയില്ല, അത്രയ്ക്ക് ഈസിയാണ്. അപ്പോൾ ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂട്ടത്തിൽ നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് കൂടെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണുണ്ടോ. ഈ കമൻറ്റ് ഇടാൻ നിങ്ങൾ ആരും പിശു കാണിക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഓക്കെ എന്നാൽ.